പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഫോറിനേഴ്സൊക്കെ എന്തിനാണ് വരുന്നത്? കച്ചവടത്തിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാട് കാണാനോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ആചാരങ്ങളോ അല്ലെങ്കിൽ കലകളൊക്കെ പഠിക്കാനാണ് അല്ലേ? പക്ഷേ ഇപ്പോൾ ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഇവിടെ വന്ന് സന്യാസിയായിട്ട് അല്ലെങ്കിൽ ആൾദൈവമായിട്ട് മാറിയിട്ട് ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാനാണ്. കാരണം ഇവിടെ നല്ല സ്റ്റാർട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾദൈവം തന്നെയാണ്. പക്ഷേ ഫോറിനേഴ്സിനേക്കാളും പരമാണ് നമ്മുടെ നാട്ടിലെ സന്യാസിമാർ, അതായത് ആൾദൈവങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാളുടെ കാല് കഴുകിയ വെള്ളം കുടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ചെരുപ്പിനെ ഉമ്മ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്, പിന്നെ 1 വയസ്സൊക്കെ 2 വയസ്സ് പ്രായമുള്ള കൊച്ചിൻ്റെ കാലിനെ പിടിച്ച് തിളച്ചെണ്ണയും മൂക്കിയിട്ടിങ്ങനെ എടുക്കുന്നത്. ഇതൊക്കെ എന്ത് ആചാരമാണ്? ഇതൊക്കെ ഏത് ദൈവം പറഞ്ഞിട്ടുള്ളത്? വർഷം 2026 അതായത് ചന്ദ്രനിലോട്ട് മനുഷ്യർ 2ാമത്തെ വട്ടം ഇറങ്ങാൻ പോകുന്ന ഈ സാഹചര്യത്തിലും നമ്മുടെ ഈ ലോകത്തിലെ മനുഷ്യർ സ്റ്റക്കടിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് അന്ധവിശ്വാസം. ഈ പറഞ്ഞ മെൻ്റലിസം ഉണ്ടല്ലോ, മെൻ്റലിസം, മാജിക്ക്, ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഈ നാട്ടിൽ അടിപൊളി സന്യാസിയാകാൻ പറ്റും, അല്ലെങ്കിൽ ആൾദൈവമാകാൻ പറ്റും. മനസ്സിലായി? എല്ലാവർക്കും മാജിക്കാണ് വേണ്ടത്, റിയാലിറ്റി ആർക്കും വേണ്ട. എല്ലാവർക്കും മനുഷ്യന് അല്ലെങ്കിൽ നോർമലായ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ എന്തോ ഒരു സാധനമാണ്. അതുകൊണ്ട് അവനിലോട്ട് ഫുള്ള് ഫോക്കസ് ചെയ്ത് അവനെ ദൈവമാക്കി കാണും. നമ്മുടെ നാട്ടിൽ നല്ല ഫിലോസഫേഴ്സ് ഉണ്ട്, അതായത് നല്ല ഫിലോസഫർ, അതായത് നല്ല ഫിലോസഫേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നല്ല ടീച്ചർമാരുണ്ട് നമ്മുടെ ലൈഫിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് നല്ല സാറുമാർ, അല്ലെങ്കിൽ ജയകൃഷ്ണമൂർത്തി, ഓഷോ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ വ്യത്യസ്ത ആൾക്കാരുണ്ട്, ഇല്ലെന്നില്ല. അവർക്ക് ലൈഫിനെ പറ്റി ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇജാതി കാട്ടിക്കൂട്ടിൽ ചെയ്തിട്ടില്ല. കാലി കഴുകി വെള്ളം കുടിക്കുന്നു, മറ്റേ തേങ്ങയും കൊണ്ട് തലമണ്ട കുടിച്ച് കുടിക്കും, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ അതിന് എതിരാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മുടെ വീട്ടുകാർ ഇത് വിശ്വസിപ്പിക്കാൻ നോക്കും. വീട്ടുകാർ വിശ്വസിച്ചല്ലോ, വീട്ടുകാർക്ക് അറിയുന്ന അതൊരു വീട്ടുകാർക്ക് അറിയുന്ന ഫ്രണ്ട്സ്, പിന്നെ അതൊരു ചെയിന് പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരു വൈറസ് പോലെയാണ്, അതിങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ തന്നെ അതാണ്. നിങ്ങൾ കാണാത്തൊരു അറിവ് അത് നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ടെങ്കിൽ അയാളുടെ പേര് ദൈവമല്ല, അതൊരു നല്ല ടീച്ചറാണ്, അതൊരു നല്ല അധ്യാപകനാണ്. മനസ്സിലായില്ലേ? അല്ലാതെ അയാളെ ദൈവമൊക്കെ കണ്ടിട്ട് അയാളുടെ കാല് തൊഴാണ്. കാരണം അയാൾക്കും വേറെ ആളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അയാൾക്ക് സ്വയം പഠിച്ചതായിരിക്കാം. അയാൾ ലൈഫിന് മനസ്സിലാക്കി ഫുള്ളായി പഠിച്ചതായിരിക്കാം. എന്ന് വെച്ചാൽ അയാൾ ദൈവമാണെന്നില്ല. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, അതായത് നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. ബട്ട് പൈസ കൊടുത്തിട്ട് ഒരിക്കലും വിശ്വസിക്കരുത് ഒരു ദൈവം ഇതുവരെ പൈസ നിങ്ങളോട് ചോദിച്ചിട്ടില്ല, ചോദിക്കത്തുമില്ല. അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? സോ പൈസ കൊടുത്തുള്ള വിശ്വാസം വേണ്ട. പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതെങ്കിൽ കമലഹാസൻ പറഞ്ഞ പോലെ അത് ജസ്റ്റ് ഒരു കൂലിയാണ്, അത് ദൈവമല്ല.